കണ്ടുകൊണ്ടിരിക്കുന്നത് ഷെഫ് മാസ്റ്റർ ജൂനിയർ ആണ്. ഞാൻ ഇന്ന് ഇവർക്ക് എല്ലാവർക്കും ഒരു ട്യൂട്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. ട്യൂട്ടർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഷെഫാണ്, വലിയ ഷെഫാണ്. വലിയ ഷെഫ്, ചൈനീസ് ഷെഫാണ്. ഓ ചൈനീസ് ഷെഫ് ഷെഫ് മാസ്റ്റർ ജൂനിയറിൽ വരുന്നുണ്ടോ? വെരി ഗുഡ്, നല്ലൊരു കാര്യം തന്നെയാണ്. ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണ്. വെരി ഗുഡ്, നല്ല കുട്ടി. എന്താ ഷെഫിന്റെ പേരെന്താ? ഷെഫ് ഗുഫു. എന്താ? ഗുഫു. അപ്പൊ നമുക്ക് ചൈനയിൽ നിന്നും നമുക്ക് ഡെമോൺസ്ട്രേഷൻ ആയിട്ട് വന്നിരിക്കുന്ന അദ്ദേഹത്തെ മിസ്റ്റർ ഗുഫു എങ്ങനെ വിളിക്കുക? സ്പെഷ്യൽ രീതിയുണ്ട്. ആണോ? ഗുഫു ഗഫൂത്ത. മലയാളം പറയും. എന്നെ പറഞ്ഞൂടെ മൊത്തം മലയാളി കുട്ടികളാണെന്ന്. ചൈനീസ് അറിയാം, ചൈനീസ് പറഞ്ഞു തരാം. മലയാളം പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾക്ക് മലയാളമേ അറിയുള്ളൂ. നിങ്ങൾ മലയാളം അറിയാവൂ? അപ്പൊ പിന്നെ ഞാൻ വന്ന് ചൈനീസ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളെല്ലാവരും ഈ കുക്കർ ഷോയ്ക്ക് പങ്കെടുക്കാൻ വന്നല്ലേ? ആണല്ലേ? ഷെഫ് മാസ്റ്റർ ജൂനിയർ. അതെ. നിങ്ങളെല്ലാം സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് പഠിച്ചോണ്ടല്ലേ? കഷ്ടപ്പെട്ട് ചൈനയിൽ പോയി പഠിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, ഗുഫു എന്ന ചൈനയിലിട്ട പിന്നെ സ്വന്തം പേര് ബാബു എന്നാണ്. എന്ന് പറഞ്ഞ് ബാബു എന്നാന്ന് വിളിച്ചോളായിരുന്നു. പിന്നെ എന്താ സാർ വിളിക്കുക? ഗുഫു എന്ന് മാത്രം വിളിച്ചാൽ മതി. ഗുഫു. ആഹാരം ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ വിളിച്ചാൽ മതി, വേറെ മാറ്റി വിളിക്കണം. ഷോർട്ട് ഫോം ഉണ്ട്. അറിയാലോ, ഞാൻ കഷ്ടപ്പെട്ട് ചൈനയിൽ പോയാണ് ഇത് പഠിച്ചത്. അറിയാം, സാധാരണ പാസ്പോർട്ട് പോലും ഇല്ലാതെ ചൈനയിൽ പോയ ഒരാളാണ് ഞാൻ. കള്ളവണ്ടി കയറിയല്ല, ചൈനയിൽ ചാടാൻ വേണ്ടി പോയി. ചെന്നപ്പോൾ വൻമതിൽ നേരെ രാജസ്ഥാനിൽ നിന്നൊരു ഏണി മോട്ടിച്ചു. ചൈനയുടെ വൻമതിൽ കൊണ്ട് ചാരി. ആദ്യം കയറിയപ്പം പകുതിയേ ഉള്ളു. പിന്നെ എന്ത് ചെയ്യണം? തിരിച്ചിറങ്ങി വീണ്ടും രാജസ്ഥാനിൽ പോയി ഒരു ഏണിയും കൂടെ മോട്ടിച്ചു. അതിൻ്റെ കെട്ടിവെച്ചു, വീണ്ടും കയറി. എത്തിയോ? ഇല്ല. അതുപോലെ 12 ഏണി ഞാൻ രാജസ്ഥാനിൽ പോയി മോട്ടിച്ചു. അങ്ങ് എത്തണ്ടേ? അല്ല, ഇത് വേറെ സ്ഥലത്ത് ഏണി കിട്ടാല്ല. രാജസ്ഥാനിൽ പനയെ കയറാൻ വെച്ചേക്കുന്ന ഏണിയുണ്ട്. അല്ലെ, ഈത്തപ്പഴം അറിയില്ലേ? കേട്ടിട്ടുണ്ട്. അതെ, അതിൽ കയറാൻ വെച്ചേക്കുന്ന ഏണിയുണ്ട്. ഞാൻ അത് കെട്ടി വെച്ചൊരു 12 ഏണി ഞാൻ വെച്ചിട്ട് മേളിൽ കയറി. അവിടെ നേരെ ചൈന കണ്ടു. ഈ ഏണി എടുത്ത് അപ്പുറത്ത് വെച്ച് വീണ്ടും അവിടെ നേരെ ചൈനയിലേക്ക് ചാടി. എന്തായാലും നിങ്ങൾക്ക് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്നേ വരെ ആ ഒരു ഡിഷ് ആരും ചെയ്തിട്ടില്ല. ഇതിൻ്റെ പേര് അതെ ചൈനീസ് സ്പെഷ്യലാണ്. ദൂരോട്ട് മാറിയിരിക്കണം, കടുവറുക്കുമ്പോൾ ചിലപ്പോൾ തെറിച്ചു പോകും. അപ്പോൾ ഇതിൻ്റെ പേര് ചിക്കനിലുള്ളൊരു ഐറ്റമാണ് നമ്മളുണ്ട്. അതിൻ്റെ പേര് ചിക്കൻ ജഡായു. ചിക്കൻ ജഡായു. ജഡ ആ ജഡയല്ല, മഹാഭാരതത്തിലൊരു ജഡായു ഉണ്ട്. ആ ജഡായു അല്ല, ഇത് ചൈനീസിൻ്റെ സ്പെഷ്യലാണ്. ചിക്കൻ ജഡായു. ജഡായു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ കണ്ടാൽ മതി. ഓക്കെ. അപ്പോൾ ഈ ചിക്കൻ ജഡായു അതെ, മുടിയിൽ അല്ല, അതൊന്നുമല്ല. മുടിയിലുള്ള ജഡ എന്ന് പറഞ്ഞാൽ കുടയരുത് ഇവിടെ. അപ്പോൾ ഈ ചിക്കൻ ജഡായു ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ആദ്യം നല്ല കഴുകിയ ജഡയല്ല, ചിക്കൻ. അപ്പോൾ കഴുകിയ ചിക്കനാണ് നോക്കുമോളെ. അതിലുണ്ട് 3 കിലോ ചിക്കൻ ഞാൻ അതിനകത്ത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അതിനകത്തുണ്ട്, ഇങ്ങോട്ട് വെച്ചാൽ ഞാൻ എടുത്തു തരാം. ഇതിനകത്ത് ഞാൻ കഴുകി വെച്ചിട്ടുള്ള 3 കിലോ ചിക്കനുണ്ട്. ഇത് കാലിയാണ്, പക്ഷെ ഇതിനകത്ത് ചിക്കനുണ്ട്. അതിൻ്റെ വെള്ളം ഞാൻ പയ്യെ ഇങ്ങനെ ഏകദേശം ചിക്കൻ വാർന്ന് കഴിഞ്ഞ് നമ്മൾ സൈഡിലോട്ട് വെച്ച്, എന്നിട്ട് ഇതിനകത്ത് ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതാണ് ഞാൻ നോക്കിയത് പെട്ടെന്ന്. കത്തി ഏകദേശം കത്തിയുണ്ട്. ഏകദേശം കത്തി. ഇതിപ്പോ പാൻ ഏകദേശം ചൂടായിക്കൊണ്ടിരിക്കും. ഗ്യാസ് ഉണ്ട് മോളെ, ആവശ്യത്തിലധികം ഗ്യാസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം പാൻ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായി കഴിഞ്ഞ ശേഷം കുറച്ച് എണ്ണ എടുക്കുക. അതെ, ഇത് നല്ല എണ്ണ ഈ ഇരിക്കുന്നത്. തട്ടിയിടല്ലേ, താഴെ ഇടല്ലേ. അത് തന്നെ. അപ്പോൾ ഏകദേശം ഇപ്പം ഈ എണ്ണ നമ്മൾ തുറന്ന് ഒരു ശകലം പാൻ ചൂടായി, കൈ വെച്ച് നോക്ക്. ഏകദേശം നമ്മൾ ചൂടായിട്ട് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ഏത് എണ്ണ വെള്ളം പോലെയല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ ഏതാണ്ട് വെള്ളം. ഏകദേശം എണ്ണ ചൂടാക്കി തരാം. നിങ്ങൾ ആദ്യം വേവട്ട്, എന്തായാലും ചൂടാക്കുള്ളൂ. അപ്പൊ ഏകദേശം ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് ആ ചിക്കൻ ചേർത്ത് നമ്മളെ ഏകദേശം ചിക്കൻ
ഇട്ടു 3 കിലോ ചിക്കൻ ഉള്ളിൽ ഇതില് കുറച്ചു നേരം അടച്ചു വെക്കണം, അല്ലെങ്കിൽ ആവി കുറച്ചു ഏകദേശം 10 മിനിറ്റ്. അല്ല ഇത് ഞാൻ ചൈനയിൽ പോയി പഠിച്ച ആളാണ് നമ്മൾ എന്നെ പഠിപ്പിക്കുന്നത്. ചിക്കൻ വേവട്ടെ, അത് ആദ്യം വേവട്ടെ. സോസ് ഒഴിക്കാൻ ആദ്യം സമയമുണ്ടല്ലോ, ഇതൊന്ന് വേവട്ടെ. ഇത് ഏകദേശം 12 മിനിറ്റോളം എടുക്കും. ഏകദേശം 12 മിനിറ്റോളം. 3 കിലോ ചിക്കനേ ഉള്ളൂ. ചൈനയിൽ നിന്നുണ്ടെന്ന ചിക്കൻ. ചൈനയുടെ സാധനം വില കുറവാണ്. കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന 12 മിനിറ്റ് ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നില്ലേ ഇത്. അപ്പൊ ഏകദേശം റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് 12 മിനിറ്റ് 6 മിനിറ്റിൽ ഞാൻ എടുത്താൽ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ കഴിക്കും. ആര് പറഞ്ഞു? ഞാൻ നിങ്ങൾക്ക് തന്നാലല്ലേ നിങ്ങൾ കഴിക്കൂ. അപ്പൊ ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് അതെവിടെ നിൽക്കി പഠിപ്പിച്ചു തരാം. അപ്പൊ എത്ര ഞങ്ങളുടെ ശാല മുളക് പൊടി എവിടെന്നെങ്കിലും താ. അതായത് എന്റെ കൊച്ചുണ്ട്, അതുകൊണ്ട് കൊച്ചു ഏകദേശം നമ്മൾ മുളക് പൊടി തട്ടിയതിനു ശേഷം ഇത് എന്തോന്ന് മുളക് പൊടി എവിടെ നിന്ന് മേടിച്ചാ? ആണല്ലേ, അതാണ് തുമ്മുന്നത്. ഇനി ശകലം മല്ലിപ്പൊടി ചേർത്ത് ഏകദേശം മല്ലിപ്പൊടി തട്ടിയതിനു ശേഷം നന്നായിട്ട് തുമ്മില്ല. തൂണ് വേണ്ട, എന്തിനാ നമുക്ക് ചിക്കൻ കട്ട് ചെയ്യാൻ കത്തിയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇളക്കം എന്തുകൊണ്ട് കത്തി ഉപയോഗിക്കുന്നത്? നോൺ സ്റ്റിക്ക് കത്തി ഉപയോഗിച്ച് കഴിഞ്ഞാല് നോൺ സ്റ്റിക്കിന് എത്ര രൂപ? 500 രൂപ. ചിക്കൻ എത്ര രൂപ എന്നറിയാമോ? 600 രൂപയാണ് ഒരു ചിക്കൻ്റെ വില. 100 രൂപ വ്യത്യാസം. ഞാൻ പിന്നെ ഒരു പാൻ മേടിച്ച് തന്നാ പോയത്. അപ്പൊ ഏകദേശം ഉപ്പൊരു സാസറ തരും, മുക്കി തിന്നണം. വരുന്നുണ്ട്. ചിക്കൻ അടി പിടിച്ച് നോക്കുമ്പോൾ എന്റെ ചിക്കൻ്റെ അടി പിടിച്ചിരിക്കുന്നു. നോക്ക്, അതിന്റെ അടിയിലില്ല. മണം വരുന്നുണ്ടോ? ഏയ് മണം വരുന്നില്ലേ? ഒന്ന് വലിച്ചു നോക്ക്. സത്യം വിശന്ന് എൻ്റെ കുടല് കത്തിയ മണം എനിക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഫുഡ് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഭയങ്കര നിങ്ങൾ ഭയങ്കരമായിട്ട് പാചകം ചെയ്യുമെന്ന് എല്ലാവരും പറഞ്ഞു. ചൈനയിൽ വേറെ സാധനം ഉണ്ടാക്കും, തോരൻ വെക്കും ഞാൻ. ചെറിയ അമരയ്ക്ക ഇവിടെ വന്നിട്ട് അത് കാണാനില്ല, മിക്കവാറും തന്നെ ഞാൻ തോരൻ വെക്കും ഞാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും പറഞ്ഞു ഇവര് നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊന്ന് കുക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കഴിക്കാമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട അങ്കിളിനെ ഇവിടെ നല്ല പൊക്കി പറഞ്ഞു. എന്നെ നാറ്റിക്കില്ല അങ്കിള്. നാറ്റിക്കുന്നതല്ല, ഞാൻ സംഭവം പറഞ്ഞില്ലേ, ചൈനയിൽ ഏറ്റവും കൂടുതൽ ഈ പ്രാക്ടീസ് തിയറിയാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ഈ ഡമ്മിയായിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി ഞാൻ അടുത്ത ആഴ്ച വരുമ്പോൾ നല്ലൊരു സംഭവം പഠിച്ചിട്ട് വന്ന് പറഞ്ഞു തന്നാൽ മതി. ഇതുപോലെ ആവില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അടുക്കി പിടിക്കാൻ ഞാൻ നോക്കിക്കോളാം. അടുക്കി പിടിക്കാനല്ല, മര്യാദയ്ക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. വരാം. ഈ വർത്താനൊന്നും ആവരുത്, എനിക്ക് സൂക്ഷിച്ചോളാം. ഒരു കേരള സ്റ്റൈൽ ഞാൻ. ശരി അടിപൊളി. അപ്പൊ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈയടി കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യത്തേക്കുള്ളതാണ്. വരാം തീർച്ചയായും. അപ്പൊ ഞാൻ അടുത്തോട്ടാ ഇത്. ഞാൻ എങ്ങനെ പഠിക്കും? വീട്ടിൽ പോയി. ഇത് പാചകം അറിയാവുന്നവരുടെ മാത്രം മേഖലയാണ്. This is Chef Master Junior. Welcome to a beautiful episode of Chef Master Junior. അപ്പം നമ്മളുടെ ഇതുപോലെ ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ വെച്ച് നോക്കുമ്പം നമ്മളുടെ കണ്ടസ്റ്റൻസ് വളരെ സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച പോലെയല്ല, കോമ്പറ്റീഷൻ ഓരോ ദിവസം കൂടുന്തോറും വളരെ ടഫായിക്കൊണ്ട് വരികയാണ്. കാരണം നമ്മൾ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്ന, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുന്നവരാണ് ഇത്രയും നല്ല ഡിഷസ്, വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള ഡിഷസ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ എപ്പിസോഡിലും. സോ ഇന്നത്തെ ആ യാത്രയിലേക്ക് നല്ല നല്ല ഭക്ഷണത്തിന് വേണ്ടിയുള്ള നല്ല നല്ല ഡിഷസുമായി നമ്മളെ കണ്ടസ്റ്റൻസ് എല്ലാവരും റെഡിയാണ്. ലെറ്റ്സ് വെൽക്കം our powerful 10 contestants. സോ എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മളെ ജഡ്ജസ് ആണ്. അവരെ എൻകറേജ് ചെയ്യാനും അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഡിഷസിനെ കുറിച്ച് അഭിപ്രായം പറയാനും എൻകറേജ് ചെയ്യാനും അവരുടെ
ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ജഡ്ജസ്. ലെറ്റ്സ് വെൽക്കം our ചീഫ് ജഡ്ജ് മഹേഷ് കൃഷ്ണ സർ. കണ്ടസ്റ്റൻസ് ഒക്കെ വളരെ ഓരോ ദിവസം വൈബ്രന്റ് ആയിട്ട് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയാണ്. ഓരോ ദിവസം അവരെ മുഖം തന്നെ ആകെ മാറി വരികയാണല്ലേ. വളരെ ഞെട്ടുന്നുണ്ട്. എന്താ ഞാൻ പറയാ, ഫസ്റ്റ് വന്നതുപോലെ അല്ല നമ്മളുടെ ഇന്ന് അവർ നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിൽ അവർ നിൽക്കുമ്പോൾ. ഓക്കെ സോ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടാസ്ക് നമുക്ക് അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ നമുക്കിന്നൊരു സെലിബ്രിറ്റി ജഡ്ജ് ഉണ്ട്. സെലിബ്രിറ്റി ഗസ്റ്റാണ് നമ്മളെ ജഡ്ജുമായിട്ട്. കാരണം ഇന്നത്തെ ഗസ്റ്റിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും, മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ കഥാപാത്രത്തിലൂടെ വന്ന് നമ്മളെ എപ്പോഴും സിനിമകളിലൂടെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഗസ്റ്റാണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത്. വളരെ സുന്ദരിയും ഒരുപാട് ഇഷ്ടമുള്ള പൊന്നമ്മ ബാബു. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ വളരെ സുന്ദരിയാണ്. ഇപ്പൊ നമ്മൾ ഏത് പ്രോഗ്രാം കാണുമ്പോഴും ഏത് പടം കാണുമ്പോഴും ചേച്ചി ഇത്രയും സുന്ദരിയായിട്ടിരിക്കുന്നതിന്റെ കാരണം ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറ് എന്ത് ഭംഗി, എന്തൊരു വെളുപ്പ, കോസ്റ്റ്യൂം സെൻസ് ഒക്കെ നോക്കണം. എന്തൊരു നല്ല കോസ്റ്റ്യൂം സെൻസ് ചേച്ചി, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഏത് പ്രോഗ്രാമിൽ കാണുകയാണെങ്കിലും ഏത് ക്യാരക്ടറായിട്ട് ആ ക്യാരക്ടറായിട്ട് മാറുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തത ചേച്ചി ആ ക്യാരക്ടറിന് കൊടുക്കാറുണ്ട്. ചേച്ചി ഡ്രസ്സിങ്ങിനെ കുറിച്ചും ഈ ഒരു ഭംഗിനെ കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞുതരും. കുക്കിംഗ് ആണ് വിഷയം. നമ്മളൊക്കെ പെണ്ണുങ്ങളല്ലേ ചേച്ചി. ഇതായി കുട്ടികളൊക്കെ ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കുട്ടികളും പെൺകുട്ടികളാണ്. അപ്പൊ ചേച്ചിയിൽ നിന്നും കുറച്ച് ഈ ടിപ്സ് ഒക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണം, എന്നിട്ട് നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം. അതല്ലേ നല്ലത്, അല്ലേ സർ? ഇപ്പൊ എന്താ അറിയണ്ട, എന്റെ ഡ്രസ്സിങ് അറിയണം. ഈ ഭംഗി എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് നമ്മൾ ഇന്ന് ചേച്ചി വെളിപ്പെടുത്തണം. അങ്ങനെയൊന്നുമില്ല. ഞാനൊരു പാർലറിൽ പോകാത്ത ഒരാളാണ്. കുട്ടി പാർലറിൽ പോവാറില്ല, സത്യവാനെ പോവാറില്ല. പിന്നെ ദൈവം എന്നെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടു നടക്കും. നല്ല മനസ്സാന്ന് വിചാരിക്കുന്നത് എപ്പോഴും, എല്ലാവർക്കും നല്ലത് വരണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. മഹേഷ് സർ, എന്ത് ടാസ്ക് ആണ് ഇത് നമ്മളെ മക്കൾക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത്? ദേവിക, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കഴിഞ്ഞ ഒരു 5-6 വർഷം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് നമുക്ക് പറയാം. വളരെ സിമ്പിളാണ്, പക്ഷേ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ്. കുട്ടികൾക്കെല്ലാം മുതിർന്നവർക്കും. ശരിക്കും ഞാനൊരു ക്ലൂ തരാം, പറയുമോ? ഇന്ന് ചേച്ചി പറയും. ചേച്ചിയാണ് നമ്മളെ ഗസ്റ്റ്. അപ്പൊ എല്ലാ പ്രാവശ്യം ഞാൻ ക്ലൂ ഞാൻ പറഞ്ഞു കൊടുക്കും. ഇന്ന് ചേച്ചി പറയും. ഈ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന്റെ ഒറിജിൻ ബ്രിട്ടനിലാണ്. ബ്രിട്ടനാണ്. നവംബർ 3-ാം തീയതി ഈ വേൾഡ് ഈ പറയുന്ന ഡിഷ് ഡേയുമാണ്. നമ്മൾ വുമൻസ് ഡേ എന്നൊക്കെ പറയില്ലേ, അതേപോലെ നവംബർ 3 എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഡിഷിന്റെ ഫുഡ് ഡേ, ഈ പർട്ടിക്കുലർ ഡിഷിന്റെ ഡേ ആണ്. പിന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. സ്റ്റഫിംഗ് ആണ് എന്റെ പ്രധാന സംഭവം. ഞാൻ ബർഗറിനായിട്ട് വിചാരിച്ചത്. അത് ചേച്ചി ഫുൾ ടൈം ഫുഡ് നമ്മളെ ഇടയ്ക്ക് വീട്ടിൽ പെട്ടെന്ന് നമ്മള് പിള്ളേർക്ക് പെട്ടെന്ന് നമ്മളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ആരും ഇല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കി കഴിക്കുന്ന സംഭവമാണല്ലോ. അതെ, നവംബർ 3 വേൾഡ് സാൻഡ്വിച്ച് ഡേ. വേൾഡ് സാൻഡ്വിച്ച് ഡേ കേട്ടിട്ടുണ്ടോ? അപ്പൊ അത്രത്തോളം പോപ്പുലർ ആണ് ഈ ഡിഷ്. എന്താ പറയാ, ലോകവ്യാപകമായിട്ട് ഏത് ലോകത്ത് ചെന്നാലും അതെ ഈ സാധനം കിട്ടും, ഏത് രാജ്യം ഭൂമിയിൽ. അപ്പോ അതിന്റെ വേൾഡ് സാൻഡ്വിച്ച് ഡേ എന്ന് പറഞ്ഞാൽ നവംബർ 3. ഓക്കെ, ഇതിന് പ്രധാനമായിട്ടും നിങ്ങൾ അറിയേണ്ടത് ഈ സാൻഡ്വിച്ചിന്റെ സ്റ്റഫിംഗ് ആണ് അതിന്റെ ഡിഫറൻസ്. ഓക്കെ, പൊതുവേ നമ്മളിങ്ങനെ ഓർഡറൊക്കെ എടുക്കുമ്പോൾ ചെയ്യുമ്പോഴത്തേക്ക് 2 രീതിയിൽ നമ്മൾ ചോദിക്കുന്നത്, ഒന്ന് പ്ലെയിൻ സാൻഡ്വിച്ച് വേണോ, ടോസ്റ്റഡ് സാൻഡ്വിച്ച് വേണോ എന്നുള്ളത്. അപ്പോൾ പ്ലെയിൻ വേണോ ടോസ്റ്റഡ് വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ½ an hour ടൈം ഞങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാറുണ്ട്. എൻ്റെ അടുത്തൊരാൾ നിൽപ്പുണ്ട്. അത് തന്നെ, ദേവിക ചേച്ചി. ദേവിക ചേച്ചി ഈ കുക്കിംഗ് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്, നന്നായിട്ട് നല്ല ഫുഡൊക്കെ, വെജിറ്റേറിയൻ ആണ്. പക്ഷെ ചേച്ചി അങ്ങനെ അധികമായിട്ട് ഒന്നും അറിയില്ല, കുറച്ച് ഐറ്റംസ് അറിയാം. എനിക്ക് നാടൻ ഭക്ഷണമേ സാൻഡ്വിച്ച് ഒന്നും അറിയില്ല സർ. ദേവിക ചേച്ചിയെ നമുക്കൊന്ന് സാൻഡ്വിച്ച് പഠിപ്പിക്കണം. അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന 10 സാൻഡ്വിച്ച് എന്ത് ചെയ്യണം? 10 പേപ്പറിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ റെസിപ്പി, മെത്തേഡ് ഓഫ് കുക്കിംഗ് എല്ലാം എഴുതിയിട്ട് എനിക്ക് തരിക. എന്നിട്ട് നമ്മളത് ചേച്ചിക്ക് കൊടുക്കും. ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ ചേച്ചിയെടുത്ത് പറയും ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാക്കാൻ നിങ്ങൾ ജഡ്ജ് ചെയ്യണം. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് എന്തായാലും വളരെ സന്തോഷമായിട്ട്. കാരണം എനിക്ക് അറിയില്ല ചേച്ചി സാൻഡ്വിച്ച്. ഇവിടെ വന്നിട്ടാണ് ഞാൻ പല ഐറ്റത്തിന്റെ പേരും ഞാൻ പഠിച്ചിറങ്ങും. നല്ലൊരു കുക്കായിട്ട് അതെ അതെ അതെ. അപ്പൊ അതിനാവാനുള്ള ഒരു യാത്ര എന്താണ് പറയാ, ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് ഞാൻ. താങ്ക് യു സോ മച്ച്.